യു ആർ ആവറേജ് ഓഫ് ദ 5 people യു സ്പെൻഡ് യുവർ ടൈം വിത്ത്. ഈ കോട്ട് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് മേ ബി നിങ്ങളുടെ ഒപ്പമുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെയോ നിങ്ങളുടെ ഫാമിലിയുടെ കൂടെയോ ആയിരിക്കില്ല. നിങ്ങളുടെ മൊബൈൽ ഫോണിലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പിലായിരിക്കാം. വാട്ട് എവർ ഇറ്റ് മേ ബി, TV, വാട്ട് എവർ. ദ പോയിന്റ് ഇസ്, ഹൂ ആർ യു ഫോളോയിങ്? നിങ്ങൾ ആരെയാണ് ഫോളോ ചെയ്യുന്നത്? നിങ്ങൾ ആരുടെ കോണ്ടന്റ് ആണ് വാച്ച് ചെയ്യുന്നത്? നിങ്ങൾ എന്തിനാണ് വാച്ച് ചെയ്യുന്നത്? പേർപ്പസ് എന്താ? എൻ്റർടൈൻമെൻ്റ് ആണോ? വാല്യൂ ആണോ? ബിക്കോസ് ഇത് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോൾ ഓൾ ഐ വുഡ് തിങ്ക് ഇസ്, അത് കഴിഞ്ഞ് എന്ത് ചെയ്യാം? ക്രിക്കറ്റാണോ? ഫുട്ബോളാണോ? ഗെയിം കളിക്കുകയാണോ? എവിടെയെങ്കിലും പോവുകയാണോ? സിനിമയ്ക്ക് പോവാണോ? കറങ്ങാൻ പോവാണോ? അതായിരിക്കും എൻ്റെ മനസ്സിലുള്ള തോട്ടുകൾ. പക്ഷേ ഇപ്പം എന്താ നമ്മളെല്ലാവരും ചിന്തിക്കുന്നത്? എവിടെ പോകുന്നതിലുപരി നമ്മൾ എന്ത് വാച്ച് ചെയ്യാം, എന്ത് കൺസ്യൂം ചെയ്യാം, ഏത് സീരീസ് കാണാം, ഏത് സിനിമ കാണാം. നമ്മളെ എല്ലാം ഇപ്പോൾ ഡിജിറ്റലിലോട്ട് മാറിക്കൊണ്ടിരിക്കുക അല്ലേ? അപ്പം നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫ്രണ്ട്സിനെ എടുക്കുമ്പോഴോ നമ്മുടെ ഫാമിലി എടുക്കുമ്പോഴൊക്കെ നമ്മൾ ക്വാളിറ്റി പീപ്പിളിനെ നമ്മൾ ചിലപ്പോൾ കൺസിഡർ ചെയ്യാം. പക്ഷെ ഡിജിറ്റൽ സാധനങ്ങൾക്ക് നമ്മൾ ചിലപ്പോൾ ആ ഒരു ഇൻ പേഴ്സൺ വാല്യൂ കൊടുക്കൂല. അതേതായാലും വാച്ച് ചെയ്താൽ പോരെ, ഏതായാലും ടൈം സ്പെൻഡ് ആയ പോരെ എന്നാണ് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെയല്ല. യു ബിക്കം വാട്ട് യു തിങ്ക് അബൌട്ട്. നിങ്ങൾ എന്ത് കാണുന്നു, നിങ്ങൾ എന്ത് കേൾക്കുന്നോ, നിങ്ങൾ അതായി മാറും. അപ്പോൾ ട്രൈ ടു ലേൺ, ട്രൈ ടു ഇൻവെസ്റ്റ് യുവർ ടൈം ഇൻ ഗുഡ് തിങ്സ്. അതായത് ലെറ്റ്സ് സേ യു ക്യാൻ റീഡ് ബുക്സ്, യു ക്യാൻ ലിസൺ ടു പോഡ്കാസ്റ്റ്, യു ക്യാൻ ക്രിയേറ്റ് കോണ്ടന്റ്, യു കുഡ് ലേൺ എ ന്യൂ സ്കിൽ. നിങ്ങൾക്ക് ആ ഒരു ടൈം പ്രൊഡക്റ്റീവായി യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, നമ്മൾ ഫ്രണ്ട്സിൻ്റെയും ഫാമിലീൻ്റെയും ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ആരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നുള്ളത് നമ്മൾ സൂക്ഷിച്ച് വെച്ചെങ്കിലും, നമ്മൾ ഫോണിൽ നമ്മളെ ഡിജിറ്റൽ പ്രൊഡക്ട്സിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈമിന് നമ്മൾ ക്വാളിറ്റിയും എൻഷുർ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് വേണ്ടുന്ന ഔട്ട്പുട്ടുകൾ കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഇപ്പം തന്നെ നിങ്ങൾ യൂട്യൂബ് എടുക്കുക, 2 കാറ്റഗറി ഉണ്ടെന്ന് മനസ്സിലാക്കുക: എഡ്യൂക്കേഷൻ ആൻഡ് എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ ഇതിൽ എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും നിങ്ങളുടെ മെജോറിറ്റി. എൻ്റർടൈൻമെൻറ്റ് ആവശ്യമില്ല എന്നല്ല ഞാൻ പറയുന്നത്, എൻ്റർടൈൻമെൻറ്റും വേണം. പക്ഷേ നമ്മൾ ഡയറ്റിൻ്റെ കാര്യം പറയുമല്ലോ എപ്പോഴും, ക്ലീൻ ഡയറ്റ്, ബൾക്ക്. ലൈക്ക് നമുക്ക് 2 രീതിയിൽ ബൾക്ക് ചെയ്യാൻ പറ്റും ജിമ്മിൽ പോകുന്ന ഒരാളാണെങ്കിൽ. ഒന്ന് ക്ലീൻ ബൾക്കിങ്, ഒന്ന് ഡേർട്ടി ബൾക്കിങ്. ഡേർട്ടി ബൾക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ലോങ് ടേമിൽ നല്ലതായിരിക്കില്ല. അതേപോലെ തന്നെ നമുക്ക് ടൈം നമുക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. നല്ല കോണ്ടന്റുകൾ കാണാം, അല്ലെങ്കിൽ ടൈം പാസ് ചെയ്യാൻ എന്തെങ്കിലും കോണ്ടന്റ് കാണാം. നിങ്ങൾ അവിടെയാണ് ചൂസ് ചെയ്യേണ്ടത്. യു ഹാവ് ദ ചോയ്സ്. കണ്ടന്റ് കാണണമെന്നല്ല ഞാൻ പറഞ്ഞത്, കണ്ടന്റ് കണ്ടോളൂ, അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോസ് കണ്ടോളൂ, പാട്ട് കേട്ടോളൂ. ദ ക്വാളിറ്റി അത് നിങ്ങൾ ഡിസൈഡ് ചെയ്യണം. യു ഹാവ് ദ ചോയ്സ്. ഏത് ക്രിയേറ്ററിൻ്റെ കേൾക്കണം, ഏത് ക്രിയേറ്ററിൻ്റെ അത് കാണണം എന്നുള്ളത്. അപ്പോൾ അവിടെ നിങ്ങൾ ഡിസിഷൻ എടുക്കുക, അവിടെ നിങ്ങൾ ആക്ഷൻ എടുക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ യൂട്യൂബ് എടുക്കുക, നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം എടുക്കുക. നിങ്ങൾക്ക് പ്രൊവോക്കേറ്റീവായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ഡിസ്റ്റർബ്ഡ് ആക്കുന്ന രീതിയിൽ കോണ്ടന്റ് പോസ്റ്റ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ എപ്പോഴും നെഗറ്റീവ് പറയുന്ന ആൾക്കാരുടെ കോണ്ടന്റ് നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ അൺഫോളോ ചെയ്യുക. കാരണം യു ബിക്കം വാട്ട് യു തിങ്ക് അബൌട്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ അവിടെ ഒരു ഫിൽറ്റർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഏത് കോണ്ടന്റാണ് നിങ്ങളുടെ ചെവിയിലേക്ക് നിങ്ങളുടെ കണ്ണിലേക്കും എത്താൻ പോകുന്നതെന്ന് നിങ്ങൾ അവിടെ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ആർ ഈസി. അപ്പോൾ ഇന്ന് തന്നെ ഞാൻ ഈ പറഞ്ഞൊരു കാര്യം ചെയ്യാം. ഞാൻ ഇടയ്ക്ക് ചെയ്യുന്നൊരു കാര്യമാണ്, ലൈക്ക് യൂട്യൂബ് എടുക്കും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം എടുക്കും. എന്നിട്ട് എനിക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ എനിക്ക് ഒരു ക്വാളിറ്റിയും ഒരു വാല്യൂം പ്രൊവൈഡ് ചെയ്യാത്ത ക്രിയേറ്റേഴ്സിനൊക്കെ അൺഫോളോ ചെയ്യും. എന്നിട്ട് ഐ വിൽ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ദം വിത്ത് ഗുഡ് കോണ്ടന്റ്, ഗുഡ് പോഡ്കാസ്റ്റ്, ഗുഡ് ക്രിയേറ്റേഴ്സ്. ഏതെങ്കിലും രീതിയിൽ എന്നെ
ബെറ്റർ ആക്കുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ആയിരിക്കും ഞാൻ ഫോളോ ചെയ്യാം. വെദർ ദാറ്റ് ബി ഹെൽത്ത്, വെൽത്ത്, മൈൻഡ് സെറ്റ്, റിലേഷൻഷിപ്പ്, എന്തായിക്കോട്ടെ. അപ്പം ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എനിക്ക് പെട്ടെന്ന് മൈൻഡിലേക്ക് വന്നൊരു ഐഡിയ ആണ്. പക്ഷെ ഇതെല്ലാവരും ഫോളോ ചെയ്യാത്തൊരു കാര്യമാണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി മെൻഷൻ ചെയ്തതാണ്. അപ്പം നീ ഇന്ന് തന്നെ ഈ പറഞ്ഞ കാര്യം ചെയ്യാം. ഓക്കെ, താങ്ക് യു.